ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. വ്യാഴം മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് മാറുന്ന രാശിമാറ്റം 1199 മേടമാസം 18-ാം തീയതി, അതായത് 2024 മെയ് മാസം 1-ാം തീയതി ബുധനാഴ്ച 17 നാഴികയും 10 വിനാഴികയും മാതൃഭൂമി പഞ്ചാംഗ പ്രകാരം 17 നാഴികയും 10 വിനാഴികയും ശരിയായ കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ ബുധനാഴ്ച പകല് 5:02 തിരുവോണ നക്ഷത്രത്തിൽ വരുന്നത്. തിരുവോണ നക്ഷത്രത്തിൽ തൃതീയ കൃഷ്ണപക്ഷമാണ് കറുത്ത വെളുത്ത വാവ് കഴിഞ്ഞതിന് ശേഷം 3-ാമത്തെ ദിവസമായിട്ടുള്ള തൃതീയ പാദത്തിൽ കൃഷ്ണപക്ഷ അഷ്ടമിയിൽ പുലികരണവും ശുഭനാമ നിത്യയോഗവും കൂടിയ മകരക്കൂറിൽ, തിരുവോണ നക്ഷത്രം മകരക്കൂറാണ്. മകരക്കൂറിൽ കന്നി ലഗ്ന സമുച്ചയത്തിൽ, കന്നി ലഗ്നം പറഞ്ഞു പറയുമ്പോൾ ആ സമയത്ത് ഉദിച്ചു വരുന്ന ലഗ്നം കന്നി ലഗ്നമാണ്. ആ കന്നി ലഗ്നത്തിലാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം മേടത്തിൽ നിന്നും ഇടവത്തിലേക്ക് പകരുന്നതാണ് മാറുന്നത്. ഇടവ രാശി പ്രകാരം വ്യാഴം ഭാഗ്യസ്ഥാനമായ 9 നിൽക്കുന്നു. അതായത് കന്നി ലഗ്നത്തിൻ പ്രകാരം, കന്നി രാശിയുടെ പ്രകാരം, കന്നി ലഗ്നത്തിൻ്റെ പ്രകാരം 9-ാം ഭാവത്തിൻ്റെ അവിടെ ഗ്രഹസ്ഥിതി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞ് പറഞ്ഞാൽ കന്നി ലഗ്നത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു, 5-ൽ ചന്ദ്രൻ, 6-ൽ ശനി, 7-ൽ ചൊവ്വ, ബുധൻ, രാഹു, 8-ൽ സൂര്യൻ, ശുക്രൻ, 9-ൽ വ്യാഴൻ. 9-ാം ഭാവത്തിൽ, ലഗ്നത്തിൻ്റെ 9-ാം ഭാവത്തിൽ വ്യാഴം വരുന്നത് വളരെ ശുഭകരമാണ് എന്നാണ് പറയുക. അപ്പോൾ വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഒരു ഗുണകരമായിട്ടുള്ളൊരു മാറ്റം തന്നെയാണ്, വളരെ ശ്രേഷ്ഠമാണ് എന്നുള്ളത് പറയുന്നത്. ആ വ്യാഴൻ 9-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞു പറഞ്ഞാൽ എല്ലാ ദോഷത്തിനും പരിഹാരമായി വ്യാഴം, അതായത് ഒരു ലഗ്നത്തിൻ്റെ ആയാലും ഏത് രാശിൻ്റെ ആയാലും ലഗ്നത്തിൻ്റെ 9-ാം ഭാവത്തിൽ, രാശിയുടെ 9-ാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ എല്ലാറ്റിനും പരിഹാരമായി എന്നുള്ളതാണ് പറയുന്നത്. ശുഭഗ്രഹം നിന്ന് കഴിഞ്ഞാൽ ലഗ്നാധിപൻ, കന്നി ലഗ്നത്തിൻ്റെ ലഗ്നാധിപനായിട്ടുള്ള ബുധൻ കർമ്മസ്ഥാനമായ മിഥുനൻ രാശി, മിഥുനൻ രാശിയും കൂടി ഏറ്റെടുത്തുകൊണ്ട് 7-ാം ഭാവത്തിൽ മീനൻ രാശി, മത്സ്യരാശി മീനൻ രാശിയിൽ നീചത്തിലാണ് നിൽക്കുന്നത്. അതായത് മീനൻ രാശി ബുധന് നീചരാശിയാണ്, നീചത്തിൽ നിൽക്കുകയാണ്. എന്നിരുന്നാലും നീചഭംഗ രാജയോഗത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത്. ആ നീചഭംഗ രാജയോഗത്തോടുകൂടി നിൽക്കുകയാണെങ്കിലും അവിടെ യോഗം ചേർന്ന് നിൽക്കുന്നത് രാഹുവിനോടൊപ്പവും ചൊവ്വയോടൊപ്പവും. രാഹു സർപ്പമാണ്. ആ സർപ്പത്തിൻ്റെ ഒപ്പവും അഷ്ടമാധിപനും 3-ാം ഭാവം, ലഗ്നത്തിൻ്റെ 3-ാം ഭാവാധിപനും അഷ്ടമാധിപനുമായിട്ട് ചൊവ്വൻ്റെ കൂടെയാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത്, ബുധൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന കാരണം കൊണ്ട് തന്നെ അഷ്ടമാധിപൻ്റെ കൂടെ ഏത് ഗ്രഹം നിന്നാലും ഏത് ഭാവത്ത് നിന്നാലും ആ ഭാവത്തിന് ദോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം, ഫലങ്ങളെല്ലാം കുറച്ച് പ്രയാസപ്പെട്ടവൻ നടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്ന ആളാണെങ്കിൽ വ്യയാധിപനായിട്ടുള്ള 12-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ്. സൂര്യൻ ഗവൺമെൻറ് കാരകനാണ്, രാജകാരകനാണ്, മന്ത്രികാരകനാണ്, രാജ്യം ഭരിക്കുന്ന ആളുടെ കാരകനാണ്. ആ കാരകത്വം വഹിച്ചുകൊണ്ട് നിൽക്കുന്ന സൂര്യൻ 8-ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ ദോഷമാണ്. അതായത് രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കന്മാർക്കും അതുപോലെ ആ മേലാധിത്യം വഹിക്കുന്ന MLA തൊട്ട് പ്രധാനമന്ത്രി വരെക്കുള്ള സാക്ഷ്യം വഹിക്കുന്ന മന്ത്രിമാരായാലും MP-മാരായാലും അവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുകളോട് കൂടിയിട്ടുള്ള ഒരു ഫലങ്ങളായിരിക്കും വരുന്നത് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓടൊപ്പം തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്നത് സൂര്യൻ്റെ ഓടൊപ്പം തന്നെ ശുക്രനും കൂടിയാണ്. ശുക്രനും കൂടി നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ശുക്രൻ 2-ാം ഭാവാധിപൻ 9-ാം ഭാവം. ശുക്രൻ സ്ത്രീകാരകനാണ്, വാഹനകാരകനാണ്. അപ്പോൾ സ്ത്രീകൾക്കെല്ലാം വിഷമം പിടിച്ചുള്ള ഒരു സമയമായിരിക്കും ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തോടുകൂടി വരുന്നത് എന്നാണ് പറയുന്നത്. സ്ത്രീകൾക്ക് അപമാനം വരിക, സ്ത്രീകൾ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരിക, സ്ത്രീകൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരിക, അങ്ങനെയുള്ളത്. വാഹന സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ കൂടുതലായിട്ട് വരിക, വാഹന സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ കൂടുതലായിട്ട് വരിക, പലയിടങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാവുക, അങ്ങനെയുള്ള ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷെ 9-ൽ വ്യാഴം നിൽക്കുന്നത് കാരണം അതിനെല്ലാം ചെറുത്ത് നിൽക്കാനുള്ള ഒരു പവർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രക്ഷകനായിട്ട് 9-ൽ വ്യാഴം നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ട് ഫലം വരുന്നുണ്ട് നമുക്ക് നോക്കാം. കർക്കിടക രാശിക്കാർക്ക്, അതായത് പുനർത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പോയോ ആയില്ലെങ്കിൽ ചേരുന്ന കർക്കിടക രാശിക്കാർക്ക് വളരെ ഉചിതപരമായിട്ടുള്ള ഒരു വ്യാഴമാറ്റമാണ് വന്നിരിക്കുന്നത്. കർക്കിടക രാശിയുടെ 11-ാം ഭാവത്തിലാണ് വ്യാഴം വന്നിരിക്കുന്നത്. കർക്കിടക രാശിയുടെ 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തിൽ വ്യാഴം വന്നിരിക്കുന്നത് ധനലാഭത്തെയാണ് പ്രതീക്ഷിക്കുന്നത്. ധനലാഭം ഉണ്ടാവും, ലോട്ടറി ഭാഗ്യം ഉണ്ടാവും,
ലോട്ടറി എടുക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രൈസ് അടിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ അപ്രതീക്ഷിതപരമായിട്ടുള്ള ധനലാഭത്തിന് ഇടയുണ്ട്, ധനവർദ്ധനവുണ്ടാവും, കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധി നിലനിൽക്കും, സന്താനങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല, സന്താനങ്ങളുടെ വളർച്ച കൊണ്ട് നമ്മൾക്ക് അഭിമാനം കൊള്ളുവാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാദികൾ വിജയം കൈവരിക്കുവാനും പഠനത്തിൽ ഉന്നത നേട്ടം കൈവരിക്കുവാനുള്ള സാധ്യതയുണ്ട്. സേനാധിപത്യം വഹിക്കുന്നവർക്കെല്ലാം അവരവർ ഉദ്ദേശിക്കുന്ന സ്ഥാനമാനങ്ങൾ കിട്ടുവാനും പദവി യോഗങ്ങൾ കൈവരിക്കുവാനും അവർക്ക് പ്രശസ്തിയും ബഹുമാനവും വരുന്ന സമയമാണ്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജോലിയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം പ്രമോഷനുകൾ കിട്ടുവാനും സ്ഥാനമാന പദവികളും മേലധികാരികളുടെ ഇഷ്ടപാത്രമായിട്ട് മാറുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് വിജയസാധ്യത, പരാജയ ഭീതി ഒഴിഞ്ഞു പോകുക, അതുപോലെ തന്നെ കാര്യസാധ്യത, സ്ഥാനമാന പദവികൾ, അപ്രതീക്ഷിതപരമായിട്ടുള്ള ധനവരവ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാട്ടെ പ്രൊഡ്യൂസർമാർക്കെല്ലാം വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ്. ഡയറക്ഷനായാലും ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന തിരക്കഥാകൃത്ത്, പുതിയ തിരക്കഥാകൃത്തുകൾക്കെല്ലാം വെളിയിൽ വന്ന് പുതുമകളായിട്ട് വന്ന് ചേരുവാനും അതിൽ വന്ന് വെച്ച് മേലടി കയറുവാനുള്ള സാധ്യതകളെല്ലാം കൂടുതലായിട്ട് കാണുന്നത്. സിനിമാ മേഖലകളിൽ ഈ രാശിപ്പെട്ടിരിക്കുന്ന സിനിമാ മേഖലയിൽ ദിലീപൊക്കെ കർക്കിടക രാശിയിൽപ്പെട്ട ആൾ, 1000 നക്ഷത്രം തോന്നുന്നു, കർക്കിടക രാശിയിൽപ്പെട്ടതാണ്. അവർക്കെല്ലാം ഉദ്യോഗപരമായിട്ടുള്ള സ്ഥാനമാന പദവികളും പടങ്ങളെല്ലാം വിജയിച്ചു വരുവാനുള്ള സാധ്യതയും ഈ രാശിയിൽപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള നേട്ടങ്ങളും സിനിമാ മേഖലയിൽ പുഷ്ടിയും അതുപോലെ തന്നെ പ്രവൃത്തി പരിചയമുള്ളവർക്കെല്ലാം ധാരാളമായിട്ടുള്ള അവസരങ്ങളെല്ലാം വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. കലാകായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം സ്ഥാനമാന പദവികളും സെലക്ഷൻ ടീമിൽ പെട്ടുപെടുവാനും നാഷണൽ ടീമിലെല്ലാം പങ്കെടുക്കുവാനുള്ള സാധ്യതയുമെല്ലാം വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. സേനാധിപത്യം വഹിക്കുന്നവർക്കെല്ലാം നേട്ടങ്ങളും അഭിമാനപരമായിട്ടുള്ള പുരസ്കാരങ്ങളും മേലധികാരികളുടെ പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ അവരുടെ അനുഗ്രഹങ്ങളും അവരുടെ അഭിനന്ദനങ്ങളും കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സേനാധിപത്യം വഹിക്കുന്ന തൊഴിലിൽ കയറുവാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവർക്കെല്ലാം അത് കിട്ടുവാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് എന്ന് പറയുന്നത്. അതുപോലെ ദേഹസംബന്ധമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അതിനെ ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ മുറ പോലെ നടക്കും എന്നാണ് പറയുന്നത്. ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ആശുപത്രി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായി, നഴ്സുമാർ തൊട്ട് ഡോക്ടർമാരുമായിരിക്കും അതിൻ്റെ ഉപജീവന മാർഗം നേടിയിരിക്കുന്നവർക്കെല്ലാം ഗുണകരമാണ്. മെഡിക്കൽ വിഭാഗത്തിൽ പഠിക്കുന്നവർക്കും വളരെ ഗുണകരമാണ്. ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ ഗുണകരമായിട്ട് നേട്ടങ്ങളും ധനലാഭങ്ങളും ബിസിനസ് പുരോഗമിൽ പുതിയ ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ അതിൽ നേട്ടങ്ങളും, സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ വളരെ ഗുണാനുഭവങ്ങളും, സ്വർണ്ണകാരകനും ധനകാരകനുമാണ് വ്യാഴൻ. അത് കാരണം സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് വളരെ പുരോഗമിക്കുകയും ബിസിനസ് ലാഭങ്ങൾ വരികയും അതിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യതയും എല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്രതീക്ഷിത ധനലാഭം പ്രതീക്ഷിക്കുക, ഭാഗ്യരാഷ്ട്രത്തിലുള്ള ധനലാഭം പ്രതീക്ഷിക്കുക. വിദേശ സംബന്ധമായിട്ട് ജോലിക്ക് പോകുന്നവർക്കെല്ലാം ധൈര്യമായിട്ട് പണം ചെലവാക്കി വിസയെടുക്കാം, ധൈര്യത്തിൽ പോകാം എന്നൊക്കെയാണ് പറയുന്നത്. വിദേശത്ത് നിന്നും വേറൊരു വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കാണ് അത് നടക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ദൂരദേശ യാത്രകൾ കൊണ്ടെല്ലാം മഹാപുണ്യങ്ങൾ കിട്ടുവാനും അവരവർ ഉദ്ദേശിച്ച കാര്യം നടക്കുവാനും ഗൃഹസംബന്ധമായിട്ടുള്ള, അതായത് ഭവന സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും ഭവനം നിർമ്മിക്കാനുള്ള ഒരു ആവേശവും അതുപോലെ തന്നെ ആഡംബര ഭവനങ്ങളും ആഡംബര വാഹനങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. വാഹന യോഗം കാണുന്നുണ്ട്. വാഹന സംബന്ധമായിട്ടുള്ള വിപുലീകരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതയും ചിരകാല അഭിലാഷമായിട്ടുള്ള സ്വപ്നസഫലമായിട്ടുള്ള വാഹന യോഗം ഇവർക്ക് കാണുന്നുണ്ട്. വാഹനം വാങ്ങിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒന്നിലധികം വാഹനങ്ങളും ഒന്നിലധികം ഭൂമി ലാഭങ്ങളും വരുവാനുള്ള സാധ്യതയുണ്ട്. റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടും കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടും വർക്ക് ചെയ്യുന്നവർക്കെല്ലാം നേട്ടങ്ങളുടെ ഒരു കാലമാണ് കർക്കിടക രാശിക്കാർക്ക്. കർക്കിടക രാശിക്കാർക്ക് പൊതുവെ പറയുകയാണെങ്കിൽ വ്യാഴത്തിൻ്റെ രാശി മാറ്റം കൊണ്ട് വളരെ വളരെ ഗുണകരമായിട്ടുള്ള ഒരു രാശിമാറ്റമാണ്. 11 ഒരു വർഷക്കാലം 2024 മെയ് മാസം 1-ാം തീയതി തൊട്ടിട്ട് 2025 മെയ് മാസം 14-ാം തീയതി വരെയുള്ള ഒരു വർഷ കാലഘട്ടം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളും അസംഭവ വികാസങ്ങളും അവരവർ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാധിക്കും. നമസ്കാരം.